Summary of the poem. As we look on, water comes in like a long known neighbor. It comes through the gate to the courtyard and from the steps to corridor. From the drawing room, it goes to the storeroom without even telling its name, even forgetting it is a river. The water tells the awestruck people of the house there is nowhere else to go. വെള്ളം കയറി വരികയാണ്. അത് ഒരു അതിഥിയെ പോലെയല്ല, നമ്മൾ വിളിക്കാതെ, നമ്മളോട് അനുവാദം ചോദിക്കാതെ വരുന്ന അതിഥി. As we look on, water comes in like a long known neighbor, through the gate to the courtyard, from the steps to the corridor. അപ്പം നമ്മുടെ ഗേറ്റ് കടന്ന് നമ്മുടെ കോറിഡോറിലേക്ക് കയറി സ്റ്റെപ്പ് കടന്നു, ഡ്രോയിങ് റൂമിലെത്തി, അത് കഴിഞ്ഞിട്ട് നമ്മളുടെ മുറികളിലെത്തി. അപ്പം നമ്മളോടൊരു അനുവാദം ചോദിക്കാതെ തന്നെ കയറി വരികയാണ്. അപ്പം നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് നാളത്തെ പരിചയമുള്ള ഒരു അയൽക്കാരനെ പോലെ വെള്ളം കയറി വരികയാണ്. അത് ഗേറ്റും കടന്ന് മുറ്റത്ത്, പിന്നീട് നമ്മളുടെ സ്റ്റെപ്പ് കടന്നു വരാന്തയിലേക്ക് കയറി, നമ്മളുടെ വിസിറ്റിംഗ് റൂമിൽ, സന്ദർശക റൂമിൽ നിന്നു, പിന്നെ സ്റ്റോർ റൂമിലേക്ക് കയറി, പിന്നെ സ്വന്തം പേര് പോലും വെളിപ്പെടുത്താതെ ഞാൻ ആരാണ് അല്ലെ എന്തിനാണ് വന്നത് എന്നൊന്നും പറയാതെ അങ്ങനെ വീട്ടിലിങ്ങനെ പേടിച്ചരണ്ട വീട്ടുകാരോട് വെള്ളം പറയാണ്, എനിക്ക് പോകാനിടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറിയതെന്ന്. ഇങ്ങനൊരു വരിയുണ്ട്, സോറി, നോവെയർ എൽസ് ടു ഗോ, വാട്ടർ ക്രിസ്പ്ലി ടെൽസ് ദ ഓസ്ട്രക്ക് പീപ്പിൾ ഓഫ് ദ ഹൗസ്. അപ്പോൾ വെള്ളം കയറി വരുമ്പോൾ എല്ലാവരും ഭയന്നിരിക്കുകയാണ്. അപ്പോൾ അവരോട് പറയാണ്, എനിക്ക് വെള്ളത്തിന് പോകാനായിട്ട് ഒരു ഇടമില്ല, എന്ന് വെച്ചാൽ അത് പോകാനൊരു വഴിയില്ല, വഴി തടഞ്ഞു വെച്ചിരിക്കുകയാണ് എൻ്റെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നത്. അടുത്ത സ്റ്റാൻസ് നോക്കാം. സ്ലോലി ഇറ്റ് എൻറ്റേഴ്സ് ദ കിച്ചൺ ആൻഡ് ഡിവോഴ്സ് വാട്ട് എവർ ഈസ് ദെയർ. ദെൻ ഇറ്റ് ഗോസ് ടു ദ ബെഡ്റൂം. ഇറ്റ് സ്ട്രെച്ചസ് ബിഹൈൻഡ് ദ ഓപ്പൺ ഡോർ. ദെൻ ഇറ്റ് സ്ലോലി വേക്സ് അപ്പ്. ഇറ്റ് സ്ട്രെയിറ്റൻസ് ഇറ്റ്സ് ബാക്ക് ആൻഡ് സ്കെയർസ് ദ റെസിഡൻസ് വിത്ത് ഇറ്റ്സ് എക്സ്പോസ്ഡ് മസിൽസ്. ഇറ്റ് ബ്രേക്സ് ഓൺ whatever it comes across. It touches the ceiling with its swollen belly until the people exclaim that they will leave. എന്ന് വെച്ചാൽ സാവധാനം. ഇപ്പം ആദ്യം നമ്മളുടെ വീടിൻ്റെ പടി കടന്നു, വരാന്തയിലേക്ക് കയറി, പിന്നെ സ്റ്റെപ്പ് കയറി വരാന്തയിലേക്ക് കയറി, അത് കഴിഞ്ഞ് ഡ്രോയിങ് റൂമിലെത്തി, പിന്നെ സ്റ്റോർ റൂമിലെത്തി, പിന്നെ നമ്മളോട് പറയാണ്, എനിക്ക് പോകാനിടയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. അത് കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് പ്രവേശിക്കുന്നു, അവിടെയുള്ളതെല്ലാം വിഴുങ്ങുന്നു. എന്ന് വെച്ചാൽ നമ്മളുടെ സാധനങ്ങൾ, നമ്മളുടെ അരിയും സാധനങ്ങളും എല്ലാത്തിൻ്റെയും മുകളിൽ വെള്ളമാകുന്നു. പിന്നെ അത് ബെഡ്റൂമിലേക്ക് പോകുന്നു, കിടപ്പുമുറിയിലേക്ക് പോകുന്നു. അപ്പോൾ പകുതി ചാരിയ വാതിൻ്റെ പുറകിൽ വിശ്രമിക്കുന്നു. എന്ന് വെച്ചാൽ അത് ഇറങ്ങിപ്പോകുന്നില്ല, അവിടെ വിശ്രമിക്കുകയാണ്, അതവിടെ തന്നെ തങ്ങി നിൽക്കുകയാണ്. പയ്യെ എഴുന്നേറ്റ് തൻ്റെ മസിലുകൾ പെരുപ്പിച്ച് കാണിച്ച് അത് വീട്ടുകാരെ ഭയപ്പെടുത്തുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ ഉയരം കൂടുകയാണ്, വെള്ളത്തിൻ്റെ അളവ് കൂടിക്കൂടി വരികയാണ്. അപ്പോൾ എല്ലാ തടസ്സങ്ങളെയും മറികടന്നാണ് അതിൻ്റെ പോക്ക്. അവസാനം തൻ്റെ വീർത്ത വയറുകൊണ്ട് അവൻ സീലിങ്ങിൽ തൊടുന്നു. വെച്ചാൽ വെള്ളം അത്രയധികം പൊങ്ങിയിരിക്കുന്നു. നമ്മളുടെ വീട്ടിലെ വെള്ളം, മുറി നിറച്ച് വെള്ളമാണ്, അതാണ് സീലിംഗ് വരെയും വെള്ളം, നമ്മുടെ വീടിൻ്റെ മുകൾ ഭാഗം വരെയും വെള്ളം എത്തിക്കഴിഞ്ഞു. അപ്പോഴേക്കും ആൾക്കാരെന്തായി, ഭയപ്പെട്ട് ഞങ്ങൾ ഇവിടുന്ന് പൊക്കോളാം എന്ന് ആവർത്തിക്കുന്നു. അപ്പോൾ ആദ്യം എന്താ ചെയ്തത്, വെള്ളം സാവധാനം കയറി വരുന്നു, പിന്നെ പടി കടന്ന് വരാന്തയിലെത്തുന്നു, പിന്നെ അത് കഴിഞ്ഞു സന്ദർശനരുടെ മുറിയിലേക്ക് എത്തുന്നു, സ്റ്റോർ റൂമിലെത്തുന്നു, ബെഡ്റൂമിലെത്തുന്നു. അവസാനം എന്തായി, വീട് മൊത്തം വെള്ളം നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തായി, വീട്ടുകാരെന്ത് പറഞ്ഞു, ഞങ്ങൾ ഇവിടുന്ന് പൊക്കോളാമേ എന്ന് പറഞ്ഞു, ഞങ്ങൾ ഇവിടുന്ന് ഓടിപ്പൊക്കോളാം എന്ന് സമ്മതിക്കുന്നു. ദ ബോട്ട്. ദർ ഈസ് എ സിക്ക് മദർ, എ pregnant daughter and a son who looks after all at home, but the rescue boat has only space for one person. The three quarrel among themselves for the other to climb in. Tragedy makes human beings selfless and death fearless. ഒരു ബോട്ട് വരുന്നുണ്ട്, പക്ഷെ ബോട്ടിൻ്റെ അവസ്ഥ എന്താ, അവിടെ ഒരാൾക്ക് മാത്രമേ അതിൽ ബോട്ടിൽ കയറാവുള്ളൂ. അപ്പോൾ ആ വീട്ടിൽ ആരൊക്കെയുണ്ട്, അവിടെ ഒരു അസുഖം ബാധിച്ച അമ്മയുണ്ട്, ഗർഭിണിയായ അവരുടെ മകളുണ്ട്, അവരുടെ മോനും ആ വീട്ടിലുണ്ട്.
മകനാണ് ആ വീട് നോക്കി നടത്തുന്നത്. അപ്പോൾ റെസ്ക്യൂ ബോട്ട് വരുന്നു, പക്ഷേ അതിൽ ഒരാൾക്ക് കയറാൻ മാത്രമേ സ്ഥലമുള്ളൂ. അപ്പോൾ കുടുംബാംഗങ്ങൾ എന്തായി വഴക്കടിക്കുന്നു. ഓരോരുത്തരും പറയുന്നത് മറ്റേയാൾ ബോട്ടിൽ കയറണമെന്നാണ്. ദുരന്തം മനുഷ്യരെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കും, അതേപോലെ തന്നെ മരണത്തെ ഭയപ്പെടാതിരിക്കാനും. അപ്പോൾ അമ്മ പറയും മോള് കയറിക്കോട്ടെ എന്ന് പറയും, മോള് പറയും മോൻ കയറിക്കോട്ടെ എന്ന് പറയും, മോൻ പറയും അമ്മ കയറിക്കോട്ടെ എന്ന് വെച്ചാൽ ഇവർ രക്ഷപ്പെട്ടോട്ടെ എന്ന്, മറ്റുള്ളവർ പൊയ്ക്കോട്ടെ, ഒരാൾക്കല്ലേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനൊരു അവസ്ഥയാണ് ഉണ്ടാക്കി വരുന്നത്. അപ്പോൾ റെസ്ക്യൂ ബോട്ടിൽ തന്നെയും ഒരാൾക്ക് മാത്രമേ സീറ്റുള്ളൂ ഇരിക്കാനായിട്ട്, ഒരാൾക്ക് മാത്രമേ കയറാൻ പറ്റുകയുള്ളൂ. അപ്പോൾ 3 പേരുള്ള വീട്ടിൽ അവർ തമ്മിൽ അടിയുണ്ടാവുന്നു. ഒരാൾ പറയുന്നത് മറ്റേയാൾ കയറിക്കോട്ടെ അങ്ങനെ. അപ്പോൾ അമ്മ ഓർക്കും മോള് രക്ഷപ്പെടട്ടെ എന്ന്, മോൾ വിചാരിക്കും അമ്മ രക്ഷപ്പെടട്ടെ എന്ന്, അങ്ങനെയുള്ള ഒരവസ്ഥ. ദ ക്യാറ്റ് ഈസ് അബാൻഡൻ ഇൻ ദ ഹൗസ്. It saw fishes coming close to him, tickling him and laughing at him. Can praise laugh like this, and transients spread its nest so fast. The cat. അപ്പോൾ എന്താ, ഈ ആൾക്കാരെല്ലാം അവിടെ നിന്ന് പോയി. പക്ഷെ ഒരു പൂച്ച ഉണ്ടായിരുന്നു. പൂച്ചയെ വീട്ടുകാരവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. പൂച്ച അവിടെ ഇരിക്കുമ്പോൾ എന്തായി, മീനുകൾ പൂച്ചയുടെ അടുത്ത് വരുന്നുണ്ട്. കാരണം വെള്ളം ഒഴുകി വരുന്ന വെള്ളത്തിൽ മീനുകളുണ്ട്. അത് പൂച്ചയെ ഇക്കിളിപ്പെടുത്തുന്നു. പിന്നീട് പൂച്ചയെ കളിയാക്കി ചിരിക്കുന്നു. അപ്പോൾ ഇരകൾക്ക് ഇങ്ങനെ ചിരിക്കാൻ പറ്റുമോ? മരണം അതിൻ്റെ വല ഇത്ര പെട്ടെന്ന് വീശുമോ? വെൻ ദർ ഈസ് നോ ബ്രാഞ്ച് ഓർ വാൾ ടു ക്ലൈംബ് അപ്പോൺ ഈവൻ എ ക്യാറ്റ് ബിക്കംസ് എ ഫിലോസഫർ. അപ്പോൾ കയറി നിൽക്കാൻ ഒരു ശാഖയോ ഒരു മതിലോ ഇല്ലെങ്കിൽ പൂച്ച പോലും ഒരു ജ്ഞാനിയായി മാറുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ പൂച്ചയുടെ അവസ്ഥ എന്താണ്? പൂച്ച സാധാരണ മത്സ്യം കണ്ടാലും മത്സ്യത്തിനെ പിടിച്ച് തിന്നുന്ന ആളാണ്. പക്ഷേ ഇവിടെ എന്തായി, മത്സ്യം പൂച്ചയെ കണ്ടിട്ട് ചിരിക്കുന്നു. കാരണം പൂച്ച ഇപ്പം നിസ്സഹായ അവസ്ഥയിലാണ്. പൂച്ചയുടെ അവസ്ഥ കണ്ടിട്ട് മത്സ്യത്തിന് പോലും ചിരി വരുന്നുണ്ട്. അടുത്ത ഭാഗം സ്ലേറ്റ്. സിറ്റിംഗ് അണ്ടർ ദ വാട്ടർ ഇൻ ദ വേക്കൻറ്റ് ഹൗസ്, ദ ചൈൽഡ് സ്ലേറ്റ് റിമെമ്പേർഡ് the history of evolution that lay hidden in the rock from which it was cut. It remembered the words and sketches scrawled on its grey surface by tiny hands. സ്ലേറ്റ് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ചെറിയ കുട്ടികൾ സ്കൂളുകളിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് സ്ലേറ്റ്. ആളില്ലാത്തൊരു വീട്ടിൽ വെള്ളത്തിനടിയിൽ ഒരു സ്ലേറ്റ് കിടക്കുന്നുണ്ട്. ഒരു കുട്ടിയുടെ സ്ലേറ്റാണത്. അത് പല കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. അപ്പോൾ സ്ലേറ്റ് സ്വയം എന്തൊക്കെയോ കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. ഇവല്യൂഷൻ്റെ ചരിത്രം ആലേഖനം ചെയ്ത പാറയിൽ നിന്നും വെട്ടിയെടുത്ത സ്ലേറ്റാണിത്. ആ കുട്ടി തൻ്റെ കുഞ്ഞു കൈ കൊണ്ട് വരച്ച അക്ഷരങ്ങളും ചിത്രങ്ങളും ആ സ്ലേറ്റ് ഓർക്കുകയാണ്. അപ്പോൾ സ്ലേറ്റിന് പോലും ഇതിൽ സങ്കടമുണ്ട്. കാരണം ഒരു സമയത്ത് കുട്ടി അത് സ്കൂളിൽ കൊണ്ടുപോവുകയും അതിൽ എഴുതുകയും ചെയ്തിരുന്നു. അക്ഷരങ്ങൾ എഴുതിയിരുന്നു, അതിൽ പടം വരച്ചിരുന്നു. ആ സ്ലേറ്റിനെ ഇപ്പോൾ കുട്ടി ഉപേക്ഷിച്ച് പോകേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ പൂച്ചയെ ഉപേക്ഷിച്ച് പോകുന്നു, കുട്ടി സ്ലേറ്റ് ഉപേക്ഷിച്ചിട്ട് പോകുന്നൊരവസ്ഥ. അപ്പം മഴവെള്ളം അത്രയ്ക്ക് പൊങ്ങിയത് കൊണ്ട് എല്ലാം തന്നെ ഉപേക്ഷിച്ച് പോകുന്ന ഒരവസ്ഥ. ഇപ്പോൾ ആ സ്ലേറ്റ് ചിന്തിക്കുന്നത് തൻ്റെ 4 മരഫ്രെയിമിനുള്ളിൽ എങ്ങനെ ഒരു പുതിയ പ്രപഞ്ചം സൃഷ്ടിക്കാമെന്നാണ്. അക്ഷരങ്ങൾ നക്ഷത്രങ്ങളെ പോലെ ഉദിക്കുന്ന ഒരു ആകാശം അത് സ്വപ്നം കാണുന്നു. ഇനി എന്നാണ് ഈ വെള്ളത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുന്നത്? ഇനി എന്നാണ് കുട്ടികൾ എന്നെ ഉപയോഗിക്കുന്നത് എന്നൊക്കെയുള്ളൊരു ചിന്ത സ്ലേറ്റിനും ഉണ്ടാവുന്നു. നമുക്ക് ലെസൺ കണ്ടിന്യൂ ചെയ്യാം.